പശ്ചിമേഷ്യൻ യുദ്ധം എല്ലാവരും കരുതിയതിൽ നിന്നും വളരെ വ്യത്യസ്തമായി അവസാനിക്കുന്ന ഒരു മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. അതായത് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ സൈനിക ശക്തിക്കൊപ്പം അതിനൊപ്പം ചേർന്നുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളുടെ സഹായമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ ഇല്ലായ്മ ചെയ്ത് ആ കുത്തകയും അങ്ങ് പിടിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ യുദ്ധത്തിന് തുടക്കം കുറിച്ചത്. വേഗം ഇറാനെ തീർത്തിട്ട് വേണം അടുത്തത് ക്യൂബയെ തകർക്കാനുണ്ട് എന്ന് വളരെ ലാഘവത്തോടെ പറഞ്ഞ ട്രംപിന് പക്ഷേ ഇന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഈ യുദ്ധം മതിയാക്കി പോയാൽ മതി എന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഇറാനാണെങ്കിൽ വിടുന്നുമില്ല. ഇറാൻ തീർന്നുവെന്നും ശിലായുഗത്തിലേക്ക് അയച്ചുവെന്നും പറഞ്ഞ് ലോകത്തിനെ സമ്മതിപ്പിക്കാൻ നോക്കിയ ട്രംപിൻ്റെ വിമാനം തൊട്ടടുത്ത നിമിഷം വെടിവെച്ചിട്ട് ഇറാൻ പ്രതികാരം തീർത്തത് നമ്മൾ കണ്ടു. ഇറാൻ്റെ കാലുപിടിക്കാൻ പാകത്തിൽ ട്രംപ് തകർന്നുപോയി എന്ന് വ്യക്തമായ ഇറാൻ സമാധാനം ആഗ്രഹിക്കുന്നുവെന്നും എന്നാൽ യുദ്ധം നിർത്താൻ അത് ചില നിബന്ധനകളുണ്ട് എന്നും അവർ മുന്നോട്ട് വെച്ചു. അതിനിടയിൽ അനാവശ്യം സംസാരിക്കുന്ന അമേരിക്കയ്ക്ക് നല്ല താക്കീതും ഇറാൻ ഇപ്പോൾ നൽകിക്കഴിഞ്ഞു. അതായത് അമേരിക്കക്കും ഇസ്രായേലിനും ഒരു ബിഗ് സർപ്രൈസ് വരുന്നുണ്ട് എന്നും അതിന് അല്പസമയം മാത്രമേ എടുക്കുകയുള്ളൂ എന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയതോടെ യഥാർത്ഥത്തിൽ പരിഭ്രാന്തിയിലാണ് ലോകം തന്നെ. എന്തായിരിക്കും ആ സർപ്രൈസ് എന്നറിയാൻ ഇറാൻ്റെ ഫാർസ് വാർത്താ ഏജൻസിയിലൂടെ അവരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇതിന് മുന്നറിയിപ്പ് നൽകിയത്. തങ്ങളുടെ പദ്ധതികൾക്കും നിശ്ചിത ലക്ഷ്യങ്ങൾക്കും അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്നും അതിൽ ചില കടുത്ത തീരുമാനങ്ങളുണ്ട് എന്നും ഇറാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. സ്വന്തം രാജ്യത്തു നിന്നും അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഒറ്റപ്പെട്ടു പോകുന്ന ഡൊണാൾഡ് ട്രംപ് ഒരു കിളി പോയ പോലെയാണ് ഇപ്പോൾ പെരുമാറുന്നത് എന്ന് ഇറാൻ പറയുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ലക്ഷ്യങ്ങൾക്ക് കൃത്യതയില്ല എന്നും പാലങ്ങൾ ആക്രമിക്കുമെന്ന ട്രംപിൻ്റെ പ്രസ്താവന ചിരിച്ചു തള്ളുന്നു എന്നാണ് ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥ മേധാവി വ്യക്തമാക്കിയത്. അമേരിക്കയുടെ സൈനിക നടപടിയുടെ പരാജയമാണ് ട്രംപിൻ്റെ ഈ പ്രസ്താവനയെന്നും ട്രംപും അമേരിക്കയും ഇനി അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നും ഇറാൻ ആവർത്തിച്ച് പറയുകയാണ്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ല എങ്കിൽ ഇറാനുമേൽ ദുരിതമഴ പെയ്യുമെന്ന് ട്രംപ് അന്ത്യശാസനം നൽകിയതിന് പിന്നാലെയാണ് അമേരിക്കയ്ക്ക് ആലോചിക്കാൻ പോലും സമയം നൽകില്ല എന്ന മുന്നറിയിപ്പ് ഇപ്പോൾ ഇറാൻ നൽകുന്നത്. ഏപ്രിൽ 6-നാണ് ഹോർമൂസ് തുറക്കുന്നതിനുള്ള സമയപരിധി അമേരിക്ക നൽകിയത്. അത് അന്നാണ് അവസാനിക്കുന്നത് എന്നും സമയപരിധി അവസാനിച്ചാൽ ഇറാൻ്റെ ഊർജ കേന്ദ്രങ്ങൾക്ക് നേരെയും കടൽ ജലശുദ്ധീകരണ പ്ലാന്റുകൾക്ക് നേരെയും എണ്ണക്കിണറുകൾക്ക് നേരെയും ആക്രമണം നടത്തുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. അതിന് മറുപടിയായിട്ടാണ് അനങ്ങിയാൽ അമേരിക്കയെ മാത്രമല്ല ഇസ്രായേലിനും തീർത്ത് കളയുമെന്നുള്ള മുന്നറിയിപ്പാണ് അവർക്കുള്ളൊരു ബിഗ് സർപ്രൈസായി ഇറാൻ ഇപ്പോൾ പറയുന്നത്. അതിന് അല്പസമയം മാത്രമേ എടുക്കൂ എന്നുകൂടി ഇറാൻ പറഞ്ഞതാണ് അതിലെ സർപ്രൈസും ഒപ്പം ലോകത്തിൻ്റെ ആശങ്കയും.